ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഒരു ഉത്സവം കൂടാൻ വേണ്ടിയുള്ള പോക്കാണ്. ഉത്സവം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഉത്സവത്തിന് തൊട്ട് പുറകെ ട്രിപ്പൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ സ്ഥിര സന്ദർശനം തുടങ്ങിയതിൽ പിന്നെ എഡിറ്റ് ചെയ്തിടാനൊന്നും പറ്റിയില്ല. അത്ര വയ്യാണ്ടായി പോയായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടിലാട്ടോ ഉത്സവം കൂടാനായിട്ട് പോകുന്നത്. ആ കുഞ്ഞമ്മയുടെ ഭയങ്കര കുക്കിംഗ് ഇല്ല. ആ ടൈമിൽ ഞങ്ങൾ അടുത്തുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫാൻസിയിൽ പോയി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കമ്മൽ കണ്ടാൽ എനിക്ക് പ്രാന്താ. ഞാനങ്ങനെ ഇട്ട് നോക്കി 2 കമ്മലൊക്കെ വാങ്ങി നേരെ വന്നപ്പോഴത്തേക്കും വിഷ്ണു ഓഫീസിൽ നിന്ന് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ പോയി വാങ്ങി കമ്മലൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ കുറച്ച് നേരം ഷോ. കാരണം കമ്മൽ വാങ്ങിയാൽ അത് മസ്റ്റാണ്. അപ്പോഴത്തേക്കും വിഷ്ണു റെഡി ആയിട്ട് വന്നു. ഞങ്ങൾ കുറച്ച് നേരം കോഫിയൊക്കെ കുടിച്ച് എല്ലാവരും കൂടെ റെസ്റ്റ് ഒക്കെ എടുത്ത് വൈകിട്ട് പിന്നെ ഒരുങ്ങിയിട്ട് എല്ലാവരും നേരെ കെട്ടുകാഴ്ച കാണാൻ വേണ്ടി പോവുക കേട്ടോ. വീടിനടുത്തോടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ അത് കണ്ടിട്ട് പിന്നെ എല്ലാവരും കൂടെ നേരെ അമ്പലത്തിലോട്ട് പോകും. അപ്പോഴേക്കും ഒരാളതാ ഈ സാധനം കണ്ടു. അപ്പൊ അത് കയറിയതാണ്. അവിടെ ഗാനമേള ഉണ്ടായിരുന്നേ. അത് കഴിയുന്നവരെ അതിനുള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. നിന്നെ ഞാൻ കാണുന്നുണ്ട്. നീ തന്നെ ടീഷർട്ട് ഇട്ട കുട്ട നീ തന്നെ. അഞ്ചു ജോസഫിന്റെ ഗാനമേളയായിരുന്നു കേട്ടോ. പുലിളങ്ങര അമ്പലത്തിൽ വരുന്ന ഓരോ പരിപാടി ഒന്നിനൊന്നിനും മെച്ചമായിരിക്കും, അടിപൊളിയായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ പനിയും ഹോസ്പിറ്റലൊക്കെ ആയിപ്പോയി. എങ്കിലും ഞങ്ങൾ പോയത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. എല്ലാവരും വിഷ്ണു ആ തുള്ളി തുള്ളി കുഴഞ്ഞു. അവസാനം പിന്നെ ഞാനും വിഷ്ണുവിന്റെ കൂടെ ചെന്ന് കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്യാൻ. ഞങ്ങളെല്ലാവരും പരിപാടി തുടങ്ങി ഒരു പകുതിയല്ല 2-3 പാട്ടിൽ തുള്ളാൻ തുടങ്ങിയാണ്. അവസാനം വരെ നല്ല അടിപൊളി സോങ്സും നല്ല ആംബിയൻസും നല്ല വൈബും ഒക്കെ ആയിരുന്നു. നല്ലപോലെ തുള്ളി കുഴഞ്ഞു എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെ ഹാപ്പി ആകും നല്ല രീതിയിൽ. നടക്കാൻ പോലും അത്രയ്ക്ക് ടയർഡായി. ഞങ്ങൾ അങ്ങനെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ പോയി ചോറ് കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയി. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.